നടൻ ശ്രീനിവാസന്റെ മൃതദേഹം ഇന്ന് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം പിന്നീട് തൃപ്പൂണിത്തുറയിലെ കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ശ്രീനിവാസൻ അവസാനമായി ഉറങ്ങുകയാണ്. നാളെ രാവിലെ 10 മണിക്കാണ് മൃതദേഹം സംസ്കരിക്കുക. നിഷ ദിലീപാണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകുക. ഇന്നവിടെ പൊതുദർശനം വീട്ടിൽ ഇല്ല. അവസാനമായി ഒരു നോക്ക് കാണുകയാണ് കുടുംബാംഗങ്ങൾ. നിഷ ദിലീപിലേക്കാണ് പോകേണ്ടത്. നിഷ, അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഇല്ല. അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിയെ കാണുകയാണ് കുടുംബാംഗങ്ങൾ. നമ്മൾ ഹൃദയഭേദകമായ അവരുടെ സങ്കടങ്ങളൊക്കെ കണ്ടതാണ്. നമ്മുടെയും ഹൃദയത്തെ ഉലയ്ക്കുന്നതായിരുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരം? രാഖി, എറണാകുളം ടൗൺ ഹാളിൽ 2.5 മണിക്കൂറാണ് പൊതുദർശനം നീണ്ടത്. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആയിരക്കണക്കിന് പേരാണ് ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ടൗൺ ഹാളിലേക്ക് എത്തിയത്. കൃത്യസമയത്ത് തന്നെ, അതായത് കൃത്യം 1 മണിക്ക് തന്നെ പൊതുദർശനം ആരംഭിച്ചു. 3:30 എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനം അവസാനിച്ചു. മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ള താരങ്ങൾ അവിടെ എത്തി അവസാനമായി ശ്രീനിവാസനെ കണ്ടു മടങ്ങി. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ശ്രീനിവാസന്റെ ഭൗതികദേഹമുള്ളത് അദ്ദേഹത്തിന്റെ ഉദയംപേരൂർ കണ്ടനാടുള്ള വീട്ടിലാണ്. കുടുംബാംഗങ്ങളുടെ മാത്രം ഒരു സ്വകാര്യ നിമിഷങ്ങളാണ് ഇനിയിപ്പോൾ. ഇന്ന് രാത്രി മുഴുവൻ അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലായിരിക്കും ഉള്ളത്. ഇന്ന് രാവിലെ കണ്ടനാടുള്ള ആ വീട്ടിൽ നിന്നാണ് അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഡയാലിസിസിനായി പുറപ്പെട്ടത്. ഇടയ്ക്ക് വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും ഈ കുടുംബാംഗങ്ങളുടെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ആ ഒരു സമയത്ത് മാധ്യമങ്ങൾ അങ്ങോട്ടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അവരുടെ തീർച്ചയായും അവരുടെ ഒരു സ്വകാര്യ നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക ശരീരം ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് കാണാനായി, അവരുടെ ബന്ധുക്കളും ശ്രീനിവാസന്റെ സുഹൃത്തുക്കളും അടക്കമുള്ള ആളുകളുണ്ട്, അവർക്ക് കാണാനായി അദ്ദേഹത്തിന്റെ വീട്ടിലാണുള്ളത്. ഇന്ന് രാത്രി മുഴുവൻ കുടുംബാംഗങ്ങളുടെ ഒരു സ്വകാര്യ നിമിഷങ്ങളായിരിക്കും. ശ്രീനിവാസനുമായി അവസാനമായിട്ടുള്ള ഒരു സ്വകാര്യ നിമിഷങ്ങളായിരിക്കും. എന്തായാലും നാളെ രാവിലെ 10 മണിക്ക് കണ്ടല്ലൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. എന്തായാലും 10 മണിയോടെ നാളെ രാവിലെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കുകൂടി കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ ആ രീതിയിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അതായത് മരണം സംഭവിച്ചത് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കണ്ടല്ലൂരുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഏതാണ്ട് 1 മണിക്കൂർ സമയം മാത്രമായിരിക്കുന്നു ആളുകൾക്കും അവിടുത്തെ നാട്ടുകാർക്കും അദ്ദേഹത്തിൻ്റെ അയൽവാസികൾക്കും ഒക്കെ കാണാനുള്ള സൗകര്യം. അതിനുശേഷം 12:30 തന്നെ ടൗൺ ഹാളിലേക്ക് പുറപ്പെട്ടു. കൃത്യം 1 മണിക്ക് ടൗൺ ഹാളിലെത്തി. അവിടെ 2.5 മണിക്കൂർ പൊതുദർശനം. ആ സമയത്താണ് നടന്മാരും സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളുമെല്ലാം, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ, ആയിരക്കണക്കിന് പേരാണ് ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയത്. എന്തായാലും ഔദ്യോഗിക ബഹുമതികളോടുകൂടി നാളെ രാവിലെ 10 മണിക്ക് കണ്ടല്ലൂരിലെ വീട്ടുവളപ്പിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ കണ്ടല്ലൂരിലുള്ള വീട്ടിലാണ് ഉള്ളത്. രാഖി, എന്തായാലും കണ്ടനാട്ടെ വീട്ടിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. അവിടെ തീർത്തും സ്വകാര്യമായ നിമിഷമാണ്, തീർത്തും അത് അവരുടെ അവകാശമാണ് എന്നുള്ളതാണ്. നാളെയാണ് നടൻ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ രാവിലെ 10 വീട്ടുവളപ്പിലാണ് നടക്കുക.